ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു ഫാം ഹൗസിലാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അതായത് നമ്മൾ അകത്തോട്ട് കയറുന്നത് ഇങ്ങനെയാണ്. മുന്തിരി ഓർഗാനിക്കാണ്, ഓർഗാനിക് മുന്തിരിയാണ്. ഈ കാണുന്ന മൊത്തം മുന്തിരി വള്ളിയാണ് ഈ പിടിച്ച് കിടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുന്തിരിയൊക്കെ ഉണ്ട്. ഇത് മുന്തിരിയാണ്, പിന്നെ ഇത് മുന്തിരിയാണ്, പിന്നെ അതല്ല ഇവിടെ ഉണ്ട് കുറേ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മുന്തിരി പിടിച്ച് കിടപ്പുണ്ട്. ഗൈസ്, ഈ പിടിച്ച് കിടക്കുന്നത് നമ്മുടെ കറ്റാർ വാഴ കേട്ടോ. ഭയങ്കര വലിയ കറ്റാർ വാഴയാണേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ വേറെന്താ, പപ്പരങ്ങ പിടിച്ച് കിടപ്പുണ്ട്. പപ്പരങ്ങ ഇതൊരെണ്ണം പഴുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് നടക്കും തോറും എന്താ പറയുക, ഇതിൻ്റെ അത് മൊത്തം കാണിച്ചു തരാം. നമ്മുടെ പനിക്കൂർക്ക, തുളസി, വേറെന്താ ഉള്ളത്, ഇതാണ് ശംഖുപുഷ്പം. ഇതുണ്ടോ, ഇത് ശംഖുപുഷ്പമാണ്. പിന്നെ അതല്ലാതെ നമ്മുടെ ഏലക്കയാണ്, പക്ഷെ ഇത് ഏലക്ക ഇല്ല കേട്ടോ. ഇത് പിന്നെ ബോട്ടിൽ ഗാർഡാണിത്. പിന്നെ വേറെ എന്താ, ഇത് നമ്മുടെ ലെമൺ ഗ്രാസ് ആണ് കേട്ടോ. മണമുണ്ട്, ഞങ്ങൾ പറിച്ച് നോക്കിയായിരുന്നു, മണമുണ്ട്. പിന്നെ ഇത് അച്ചിങ്ങയാണ് ഈ കിടക്കുന്നത്. അച്ചിങ്ങയിലൊക്കെ വിളഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ വേറെന്താ ഉള്ള, അച്ചിങ്ങാപ്പേർ, തുളസി, ഇതെല്ലാം തുളസിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ അടുത്തായിട്ടാണ് വന്നത്. ചെറിയൊരു പൂളാണ്, അത്യാവശ്യം കൊള്ളാം, നല്ല തെളിഞ്ഞ വെള്ളവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പറ്റേ തന്നെ ഒരു ഡോൾഫിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഡോൾഫിൻ ചാടാൻ നിൽക്കുന്ന പോലെ. ഇതാണ് ഫുൾ വ്യൂ. ഇതാണ് നമ്മുടെ കാന്താരി മുളകാണ്. ഇവിടെ എല്ലാം കാന്താരി മുളക്. പാലക്കൂറ ഇത് നമ്മുടെ മിർച്ചിയാണ് ഈ കിടക്കുന്നത്, മുളക്. പിന്നെ വേറെ തന്നെ ബ്രിഞ്ചോൾ. ഇത് മൊത്തം ബ്രിഞ്ചോളാണ്. ഇതുപോരാതെ പിന്നെ അപ്പുറത്തേക്ക് ഞാൻ പിന്നെ ഇറങ്ങുവാണ്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം ഈ സൈഡ് മൊത്തം നമ്മുടെ ഗൗളിത്തെങ്ങാണ്, വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ ചെത്തിപ്പൂവാണിത്. ഇത് മൊത്തം ചെത്തിപ്പൂവാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുട്ടികളുടെ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ അവിടെ അത് മുരിങ്ങാക്കോലാണ് കേട്ടോ അവിടെ. ഇവിടെ പിന്നെ പേരക്കാമരമുണ്ട്, ആത്തച്ചക്കണി കിടക്കുന്നു. ഇവിടെ അപ്പുറത്തും ഉണ്ട്. ഇത് വലുതാണ്, ഇതെല്ലാം ആത്തച്ചക്കയാണ്. കൊള്ളാം കേട്ടോ, അടിപൊളി. ഗൗളിത്തെങ്ങ് കിടക്കണം. ഇത് മൊത്തം ഗൗളി ഇഷ്ടംപോലെ പിടിച്ച് കിടപ്പുണ്ട്, പക്ഷെ വലുതല്ല, ചെറുതാണ്. വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. അത് കരിമ്പാണ് കേട്ടോ. കരിമ്പും ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുവാണ്. കരിമ്പ് പിടിച്ചെടുത്ത ഈ കിടക്കുന്നതാണ് കരിമ്പ്. എവിടെ പിടിച്ചെടുത്ത വിനില് കരിമ്പ് പിടിച്ചെടുത്ത് പേരക്ക സൂപ്പർ പേരക്ക. അത് കണ്ടോ നിങ്ങള്? ഇത് നിങ്ങൾ കണ്ടില്ലല്ലോ, നമ്മുടെ ചെറിയിൽ വരുന്നത്. നമ്മള് ഈ കേക്കിന്റെ പുറത്ത് റെഡ് കളർ ചെറി ഈ കാണുന്ന ചെറിയാണ് കണ്ടാ, തിന്നു നോക്ക്. ചെമ്പരത്തിയാണ്, ചെമ്പരത്തി പൂ നോക്കി. പിന്നെ ഇവിടെ പേരക്കാമരമുണ്ട്, പേരക്ക പിടിച്ചിട്ടുണ്ട്. അതുമേന്ന് പറിച്ച് പേരക്ക കണ്ടിരുന്നു. ഇവിടെ മൊത്തം ഇതെല്ലാം ഓർഗാനിക് പേരക്കാണേ. വേറെ ഒരു എന്താ പറയാ, വിഷമൊന്നും അടിക്കാത്ത സാധനമാണ്. ഇവിടെ ചെറിയൊരു പപ്പരങ്ങ മരമുണ്ട്. കരിമ്പ് ഓർഗാനിക്.
തിന്നു നോക്കടാ, ഒന്ന് തിന്ന് കടിച്ചു കാണിക്കുന്ന ബിന്നില്. മധുരണ്ടാ? സൂപ്പറാ? കൊള്ളാം. മധുരമുണ്ടോ? നല്ല മധുരം. വെറുതെ പറയുന്ന ഒന്ന് കുറച്ചും കേട്ട് നോക്കാം. ഒരു പീസ് ഒറിജിനൽ കരിമ്പ്. അയ്യോ പല്ലു. കഴിച്ചോ. എനിക്ക് ഇതാണ് കാര്യം. ഉള്ളി സാധനം ഒരു രക്ഷയില്ല. മധുരം എന്ന് വെച്ചാൽ ഇതാണ് മധുരം. ടേസ്റ്റാന്ന് പറയും. ഇവിടെ വാഴയുണ്ട് കേട്ടോ. വാഴ കാണിച്ചു തരാവേ. വാഴ കൊലച്ചിട്ടില്ല, പക്ഷെ എന്താ നല്ല വലിയ വാഴയാണ്. പക്ഷെ കായൊന്നും വന്നിട്ടില്ല. ഇനി വന്നിട്ട് വെട്ടിയാന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ പേരൊക്കെ കൊള്ളാം. അടിപൊളി നല്ല സൂപ്പർ മധുരം. പച്ച പേരൊക്കെയാണ്, പക്ഷെ നല്ല മധുരം. പെങ്കുടിച്ച് ഈ കാണുന്നതെല്ലാം തുളസിയാണ്. ഇതെല്ലാം തുളസിയാണ്. അടുത്തായിട്ട് പോകുന്നത് ഇവിടെ ചെറിയൊരു ബുദ്ധന്റെ ഒരു എന്താ പറയാ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഞാൻ അടുത്ത് പോകുന്നത്. അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഞാൻ ബുദ്ധന്റെ അടുത്തോട്ട് പോയി ഇതുണ്ട. ചെറിയൊരു ബുദ്ധനാണ്. ഇവിടെ ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ സത്യം പറഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴുകി വരും. അതിനോടുള്ള പൈപ്പൊക്കെയാണ് തീയിട്ടേക്കുന്നത്. ഇതുണ്ട്, ഇത് അതിനോടുള്ള പൈപ്പാണ്. പക്ഷെ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. വർക്ക് കഴിയുമ്പോഴേക്കും ഇത് അടിപൊളിയാവും. ഇപ്പൊ കൊള്ളാം. അതായത് മൊത്തത്തിൽ അടിപൊളിയാണ് കാണാൻ. ചെറിയൊരു ഫാം ഹൗസ് ആണെങ്കിൽ നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ കറങ്ങി വരും കേട്ടോ. ഇങ്ങനെ കറങ്ങി വന്നിട്ട് നേരെ നമ്മൾ പുറത്തോട്ട് പോകും. പക്ഷെ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ലൊക്കേഷൻ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിലും വഴി കറങ്ങിയാണ് വന്നത്. നോക്കിയാൽ വ്യൂ നോക്കിയാൽ പൊളി. കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന മൊത്തം കുരുവിക്കൂടാണ്. ഇതിൻ്റെ അകത്ത് കുരുവിയുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇതാണ് ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടെ. ഇതിന്റെ ഇവിടെ ഹോള്, ഇവിടെയാണ് ഹോള് കേട്ടോ. പിന്നെ അതുപോലെ ഇത് 2 കുരുവിക്ക് ഇതിൻ്റെ അകത്ത് താമസിക്കാം. ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാം. കൊള്ളാം. ഞങ്ങൾ അവിടുന്ന് നേരെ വേറൊരു സ്ഥലത്തായിട്ട് വന്ന്. ഇവിടെയാണെങ്കിൽ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി സ്ഥലം നോക്കി എന്നാ രസമാണെന്ന് നോക്കി. അടിപൊളി. മാറി 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 മാറി. അതാ പറഞ്ഞു ഒരെണ്ണം കിട്ടിയായില്ലേ. ഞങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ആള് പാവമാണ്. അനങ്ങാണ്ട് മാറി നിൽക്കുന്നു. നോക്കിയത് അവിടെ 2 ചക്ക പിടിച്ച് കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചെറിയൊരു പ്ലാവാണ്, പക്ഷെ 2 ചക്ക അതിന് പിടിച്ച് കിടപ്പുണ്ട്. ഇതൊരു പശുവാണ്. കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടേ. അതും കാണിച്ചു തരാവേ. ഇതുണ്ടോ, നമ്മളെ കണ്ട് പേടിച്ചിട്ടാണെന്ന് അറിയാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത് ഓടുന്നുണ്ട്. അപ്പുറത്തും പശുവൊക്കെ ഉണ്ട്. ഇത് വലിയ എനിക്കൊരു 1-2 ഏക്കർ ഉണ്ടെന്ന് തോന്നി സ്ഥലം മൊത്തത്തിൽ. അവിടെ പശുവുണ്ട്. അതിക്ക് മൊത്തം പശുവാണ്. സൂം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബ്ലർ ആവുന്നുണ്ട്. ഈ പശു അവിടെ വരണം. അപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് വിളിച്ച് അപ്പൊ ഇവിടെ വന്നു. കൊള്ളാല് അനുസരണയുള്ള പശു. ദാന്ന് വിളിച്ചപ്പോ അവിടെ നിന്ന് എല്ലാ പശു ഇങ്ങോട്ട് വന്നു. എല്ലാവർക്കും നല്ല അനുസരണയുണ്ട്. കൂട്ടത്തിൽ കൊമ്പൻ ജീവനാണെന്ന്. പാഞ്ഞണ്ട് വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ്. ദാഹിച്ചു തോന്നി. ഇത് നോക്കി നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് പറ്റിയ സാധനം. ഇതൊരെണ്ണം മേടിക്കുമെങ്കിൽ പിന്നെ ക്രിസ്മസ് ട്രീയുടെ ആവശ്യമില്ല. നേരെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇതിന്മേലെ അങ്ങോട്ട് ലൈറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു മേടിക്കുമ്പോൾ 2-3 മേടിക്കണം കേട്ടോ. ഒരു 3-4 അടുപ്പിച്ച് മേടിക്കണം. എന്നിട്ട് എല്ലാതും മേലെ ലൈറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ തന്നെ ചെറുതാണിത്. ഇത് കണ്ടോ, അത് ഇത്തിരി വലുതായിരുന്നു, പക്ഷെ അതിൻ്റെ തന്നെ ചെറുത്. പിന്നെ എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെന്ത് പൂവാണല്ലേ പൊടി.
അങ്ങനെ നമ്മുടെ ടർപ്പൊക്കെ വലിച്ച് ഒരു വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ഥലത്ത് ഒന്നുമില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും മീനാ എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഒന്നുമില്ല, ഒരു സാധനമില്ല. ഇതുണ്ട നല്ല പൊക്കമുള്ള മരം. ഇതെന്ത് മരമാണ്? ഇതിന്റെ പേരറിയാൻ പറ്റില്ല. ഈ സൈഡിലൊക്കെ എല്ലാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് നല്ല മരങ്ങളും പിന്നെ ചെടികളും ഉണ്ട്. തെങ്ങ്, നമ്മുടെ കോക്കനട്ട് ട്രീ, തെങ്ങാണ് ഇത് മൊത്തം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഓടി നടന്ന് കണ്ട് ചെറിയൊരു ഫാം ഹൗസ് അടിപൊളിയാണ്, നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയാണ്, ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പോകുവാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.